നമ്മൾ ക്രിസ്മസ് എവിടെ ആഘോഷിക്കാൻ പോവാ? നാട്ടിൽ പോവുകയാണ് ഗൈസ്. നമ്മൾ നമ്മുടെ സിസ്റ്ററിന്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, ഇപ്പോഴാണോ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, ക്രിസ്മസിനെടുത്ത വീഡിയോയാണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഡിസംബർ 25-ാം തീയതി ഞങ്ങൾ ഇവിടെ എടപ്പള്ളി പള്ളിയിൽ ഇപ്പോൾ 2-3 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് 26-ാം തീയതി നമുക്ക് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ 26-ാം തീയതി രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഞങ്ങൾ നേരെ നമ്മുടെ ടൗണിൽ നിന്നായിരുന്നു കേട്ടോ ട്രെയിന്. 11 മണിക്കായിരുന്നു ട്രെയിന്. അങ്ങനെ നേരെ നമ്മൾ ഒരു ഇഡലിയും കഴിച്ചു. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇഡലിയും പൂരിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചല്ലോ, പിന്നെ ട്രെയിനിൽ നല്ല ഫുഡൊന്നും അല്ലെങ്കിൽ പിന്നെ പണിയാവുമല്ലോ. അങ്ങനെ അതും കഴിച്ചു. പിന്നെ നല്ലൊരു കുട്ടി ചായയും കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിനി നേരെ ട്രെയിനിൻ്റെ ടൈം ഓൾമോസ്റ്റ് ആവാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, നേരത്തെ എത്തിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് നേരെ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ചെറിയൊരു കിറ്റ്കാറ്റിൻ്റെ ഒരു മുട്ടായിയും പിന്നെ ചെറിയൊരു പൾപ്പി ഓറഞ്ച് പൾപ്പ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും വാങ്ങി ഞങ്ങളത് ആ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി ഞാൻ ആകെപ്പാടെ ടെൻഷനായി. ദൈവമേ, ടിക്കറ്റ് ഞങ്ങൾ ഇത് ജനറലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സീറ്റ് കിട്ടുമോ എന്ന് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ലായിരുന്നല്ലോ. പക്ഷേ ദൈവാധീനം എന്ന് പറയാലോ, ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോ സീറ്റിൽ തന്നെ വന്ന് ഇരുന്ന് കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ അതാ നല്ല ഉറക്കത്തിലാണ്. അമ്മയ്ക്ക് നല്ല കയറുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ കായംകുളത്തോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. കുറേ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തോടുകളും ആറുകളും പിന്നെ ഇങ്ങനെ കണ്ടവും പാടവും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് കേട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം നമുക്ക് എവിടാണ്, എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂരാന്ന് തോന്നുന്നു. ചെങ്ങന്നൂരൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പണി കിട്ടി. അവിടെ കുറേ സമയം വണ്ടി പിടിച്ചിട്ടു കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തു നിന്ന് 2.5 മണിക്കൂറേ ഉള്ളൂ കായംകുളത്തോട്ട്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം 11:30-ക്ക് കയറിയിട്ട് 3 മണിയായി ഞങ്ങൾ കായംകുളം എത്തിയപ്പം. നല്ല പോസ്റ്റാട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അയ്യോ, അതിനിടയ്ക്ക് ചൂടെടുത്തിട്ട് ചത്ത് ജീവിച്ചാണ് അവിടെ വരെ എത്തിയത്. എനിക്ക് ആകെപ്പാടെ ഭയങ്കര ബോറായിപ്പോയി. ഞാൻ വിചാരിച്ചു, പ്ലാൻ എല്ലാം മാറിപ്പോയി. ഞാൻ വിചാരിച്ചത് 11:30 ആകുമ്പോൾ കയറുന്നു, നേരെ അവർ ഫുഡ് കഴിക്കാതെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ 11:30-ക്ക് കയറിയാലും 12:30, 1:30, 2 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്നുള്ള രീതിയായിരുന്നു. പക്ഷേ എത്തിയപ്പം 3 മണി 3:30 കഴിഞ്ഞായിരുന്നു. സാരമില്ല, അവർ നമുക്ക് വേണ്ടി അവിടെ നല്ല ഫുഡ്, നല്ല ചിക്കൻ കറിയും കപ്പ വേവിച്ചതും പിന്നെ നല്ല മോരുകറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മളതാ നമ്മുടെ കായംകുളത്തേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. എനിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒന്ന് കുഞ്ഞാറ്റനെ എടുത്താൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളതാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കായംകുളത്ത് നിന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ച് ഇവിടുന്ന് ഒരു അരമണിക്കൂറുള്ള ഒരു 20 മിനിറ്റ് കാണും നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ പോകുന്ന വഴിക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതാ MK എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതാ കണ്ടോ കൂറ്റൻ കേക്കൊക്കെ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് കേക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കേക്കും പിന്നെ ഇപ്പം തന്നെ ഒരു ഈവനിങ് ചായ കുടിയുടെ സമയമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാശ്മീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കിൻഡർ ജോയ്. അങ്ങനെ അവന് ഞാനൊരു കിൻഡർ ജോയും വാങ്ങി. പിന്നെ വീട്ടിലേക്ക് കേക്ക്, പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റും വാങ്ങി. പിന്നെ ഞങ്ങളൊരു വൈനൊക്കെ വാങ്ങി കേട്ടോ. ഇവിടെ കുറേ വൈനൊക്കെ ഉണ്ടായിരുന്നു. വൈൻ ഏത് വാങ്ങണമെന്ന് ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ, കാരണം കുറേ വെറൈറ്റി വൈനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി. പിന്നെ കാശ്മീരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സ്ചർ, പിന്നെ ഈ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതൊക്കെ വാങ്ങാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ബോക്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു
ക്രീം കേക്ക് ആണോ എന്ന്. പക്ഷെ അവർ ക്രീം കേക്ക് അല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ പ്ലം കേക്കാണ്. എനിക്കാണെങ്കിൽ പ്ലം കേക്കിനോട് വലിയ ഇഷ്ടമില്ല. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടം മാർബിളിൻ്റെ കേക്കാണ്. അയ്യോ അതൊരു ഭയങ്കരമാണ്. പക്ഷേ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ ഒരു 10ാം ക്ലാസ്സിലൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മാർബിളിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്നോ. ഇപ്പം ഈ മാർബിൾ കേക്കിനൊന്നും വലിയ ടേസ്റ്റുമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പണ്ടത്തെയായിരുന്നു സൂപ്പറ്. അങ്ങനെ അതാ കണ്ടോ ബേക്കറിക്കകത്തൊരു ട്രീ ഒക്കെ നിൽക്കുന്ന കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി. പിന്നെ ഡ്രീം കേക്ക് ഇതുവരെ സിസ്റ്റർ കഴിച്ചിട്ടില്ല. അപ്പോൾ രണ്ട് ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഡ്രീം കേക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രീം കേക്ക് അല്ലായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കേക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങി. അത്യാവശ്യം നല്ല വലിയ ബേക്കറി ആയിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ആ ഓട്ടോക്കാരൻ ചേട്ടൻ കൊണ്ടുവന്നതുകൊണ്ട് എല്ലാ സാധനവും വാങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിനി ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. കാരണം അവർ വിളിയോടെ വിളിയാണ് എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ സമയം കൊണ്ട് ട്രെയിൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതാ കാശിക്കുട്ടനും അപ്പൂപ്പനൂടെ വരുന്ന കണ്ടോ. അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞങ്ങളുടെ വരവിനായിട്ട്. അപ്പൂപ്പനാണെങ്കിൽ കൈ വയ്യ കേട്ടോ. അതാണ് കയ്യിലിങ്ങനെ ബാൻഡേജൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ തന്നെ കാശിമോൻ്റെയിലോട്ട് കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും കഴിച്ചതേ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഉണ്ടാക്കിയൊരു എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ ആയപ്പോഴേ ഫുഡൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പാവങ്ങൾ. അങ്ങനെ ചെന്ന ഉടനെ തന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മയും ഇതാണ് ഞങ്ങളുടെ മൂത്തമ്മ, ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കപ്പയും പിന്നെ ചോറും ചിക്കൻ കറിയും മോര് കറിയും പിന്നെ അച്ചാറും പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. എനിക്കിവിടുത്തെ അമ്മ ഉണ്ടാക്കിയ മോര് കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അയ്യോ എന്നാ ടേസ്റ്റായിരുന്നു അറിയാമോ. ഇപ്പോഴും എനിക്ക് അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇങ്ങനെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും ആ മോര് കറി തന്നെ വാങ്ങി കൂട്ടുമായിരുന്നു. ചിക്കൻ കറിയും സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ അമ്മ നന്നായിട്ട് ഫുഡൊക്കെ വയ്ക്കും. അപ്പം അമ്മയുടെ ചിക്കൻ കറിയും മോര് കറിയും കപ്പയെല്ലാം കൂട്ടി നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ആ ഇഡ്ഡലി തിന്നിട്ട് വരുന്ന വരവാണ്. വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രെയിൻ ഇതുപോലെ നമുക്ക് പണി തരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ ഇഡ്ഡലിയാണ് കഴിച്ചത്. 2 3 കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ പെട്ടെന്ന് ചെല്ലുമല്ലോ. അപ്പോൾ ലീലമ്മച്ചിയുടെ ചോറും പപ്പടവും മോര് കറിയൊക്കെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. പക്ഷേ നല്ല പോസ്റ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എറണാകുളത്തു നിന്ന് ഞങ്ങൾ 11:30 ആയപ്പോൾ എടുത്തിട്ട് എത്ര 4 മണിക്കൂർ എങ്ങാണ്ട് എടുത്തെന്ന് തോന്നുന്നു ഇവിടെ എത്താൻ വേണ്ടി. അത്രയ്ക്ക് പോസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഒരു വൈൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വൈനും എടുത്ത് പൊട്ടിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ടോണ്ട് സിസ്റ്ററിനോട് ചോദിക്കുമോ ഞങ്ങളൊക്കെ ആരാന്ന്. എന്താണ് അവസ്ഥയല്ലേ. അത് ഞങ്ങൾ പറഞ്ഞിരുന്ന് ചിരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് ഇവൾ വന്നപ്പോൾ തൊട്ടേ. എന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഇവൾക്ക് ആരാ എന്താന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് അവിടെ അമ്മയോട് ചോദിക്കുക ഇതാരാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പിള്ളേരെ വന്ന് കാണണമല്ലോ, എങ്കിലല്ലേ പറ്റൂ. അപ്പം പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് ചിക്കൻ കറിയും വെച്ച് കുറച്ച് ഞങ്ങൾ ഫ്രൈയും ചെയ്തു. അപ്പം അതൊക്കെയായിരുന്നു ഗൈസ്. ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് നല്ലൊരു സദ്യ കഴിച്ച ഒരു ഫീലായിരുന്നു ഗൈസ്. ഇത് നല്ലൊരു ഫീല്. എൻ്റെ സിസ്റ്റർ പറഞ്ഞു കൊടുക്കുവാണ് ഇതെൻ്റെ അമ്മയാടി ഇതെൻ്റെ സിസ്റ്ററാടി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഇത് 2 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പം തന്നെ അവൾ ഇതോരാതൊക്കെ ചോദിച്ചെന്താ ദൈവമേ. പിന്നെ 2.5 വയസ്സൊക്കെ ആവുമല്ലോ പിള്ളേർക്ക് ഒരു ഇതൊക്കെ ആവുമ്പോൾ. എന്താണെങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് കാശിമോനാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ഉണ്ട് ഇങ്ങനെ പാട്ട് കേൾക്കുന്ന ഒരു ബ്ലൂടൂത്ത് ഒരു ബോക്സ് ഉണ്ട്. അതും കൊണ്ടാണ് അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് ചാർജും ആക്കി ഇങ്ങനെ അങ്ങ് കൊണ്ട് നടക്കും. അതാണ് ഇപ്പോഴത്തെ അവൻ്റെ പരിപാടി. ഇച്ചിരി സൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ
അവന് പ്രശ്നമാണ്. അവൻ നല്ല രീതിയിൽ സൗണ്ട് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ ആശാൻ്റെ പരിപാടി. എന്നിട്ട് ഞാനിത് ഇവന് 1 വയസ്സായപ്പം ലുലു മാളിൽ നിന്ന് ഓഫറിന് വാങ്ങിച്ച കാറാണ് കേട്ടോ. ഇപ്പോൾ അവന് 4 വയസ്സായി. ഇപ്പോൾ അവന് കാറിന് റിമോട്ടൊക്കെ കേടായി എങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഓടിക്കാൻ പറ്റും. അങ്ങനെ ആ വണ്ടിയൊക്കെ താഴെ ഇറക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴെ ഇറക്കിയൊക്കെ കൊടുത്തു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട് ഈ ഒരു ബോക്സിൻ്റെ കാര്യം. ഇതാണ് കേട്ടോ, ഈ ഒരു ബോക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിലിങ്ങനെ പാട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതും വിജയുടെ പാട്ട് തന്നെ. അതാണ് പുതിയ ട്രെൻഡിങ് പാട്ടൊക്കെ അവനെടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കുഞ്ഞാറ്റ ആയപ്പോഴത്തേക്കും മൂഷാട്ടം എടുക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റയും കൊണ്ട് പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ഞങ്ങളുടെ ഇതൊക്കെയായിരുന്നു ഗൈസ്, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. ഇന്നലെ രാത്രിയിൽ ഇതുപോലെ എടപ്പള്ളി പള്ളിയിൽ പോകാൻ പറ്റി. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ എടപ്പള്ളി പള്ളിയിൽ ഈ ഒരു ക്രിസ്മസ് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റിയത് ഒരു വലിയ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹണീനെ കുറച്ച് സമയം അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് ഹണിയുടെ മേടാണ് ഈ കാണുന്നത്. ഇത് ഞാൻ കാശിമോന് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്രിസ്മസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നാളെ ഞങ്ങൾ കുഞ്ഞാറ്റയെ കാതുകുത്താൻ പോകുന്നുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, സീ യു.